പാല അമലോത്ഭവ മാതാവിന്റെ ജൂബിലി കപ്പേളയിൽ മെയ് മാസമടക്കം ഭക്തിനിർഭരമായ തിരുക്കർമ്മങ്ങളോടെ 1 മുതൽ 31 വരെ നടത്തപ്പെടും. സമാപന ദിവസം കുരിശുപള്ളിയിൽ ഇത്തവണ വസ്ത്രവിതരണം ഉണ്ടായിരിക്കുന്നതല്ല. പകരം സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണ വിതരണമാണ് ഉണ്ടാവുക. തദവസരത്തിൽ പഠനോപകരണ വിതരണ ഉദ്ഘാടനം നടത്തപ്പെടുമെന്ന് രൂപതാധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 1 മുതൽ 31 വരെ ഞായറാഴ്ച ഒഴികെ രാവിലെ 5:30 വിശുദ്ധ കുർബാന, മെയ് മാസ വണക്ക പ്രാർത്ഥന, എല്ലാ ദിവസവും വൈകുന്നേരം 6 ജപമാല, വണക്കമാസ പ്രാർത്ഥന, ലതീഞ്ഞ് എന്നിവ നടത്തപ്പെടും. മെയ് 31 ഞായർ സമാപന ദിവസം രാവിലെ 5:30 ആഘോഷമായ വിശുദ്ധ കുർബാന, വണക്കമാസ പ്രാർത്ഥന, വൈകുന്നേരം 5:30 ആഘോഷമായ ജപമാല, വണക്കമാസ പ്രാർത്ഥന, ലതീഞ്ഞ് ശേഷം സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം, തുടർന്ന് നേർച്ച വിതരണത്തോടെ പള്ളിയിലെ ചടങ്ങുകൾ സമാപിക്കും. കുരിശുപള്ളിയിലെ പരിശുദ്ധ മാതാവിൻ്റെ മെയ് മാസ വണക്കത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒന്നിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ 1-ാം തീയതി മുതൽ നമ്മൾ ഈ മെയ് മാസ വണക്കം ആരംഭിക്കുകയാണ്. ഈ വർഷം 31 വരെയാണ്, 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് മെയ് മാസ വണക്കം നടക്കുന്നത്. അത് രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട്. ഞായറാഴ്ച ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിൽ 5:30 പരിശുദ്ധ കുർബാന, മെയ് മാസ വണക്ക പ്രാർത്ഥന എല്ലാ ദിവസവും. അതുപോലെ വൈകുന്നേരം എല്ലാ ദിവസവും 6 മണിക്ക് ജപമാല, വണക്കവാസ പ്രാർത്ഥന, ലതീഞ്ഞ് എന്നിവ നടത്തപ്പെടും. അതായത് ഞായറാഴ്ച ഒഴികെ ഉള്ള ദിവസങ്ങളിൽ അങ്ങനെയാണ് നടത്തുന്നത്. ഈ വണക്കവാസ പ്രാർത്ഥന, ലതീഞ്ഞ് എന്നിവ നടത്തപ്പെടുന്നതോടൊപ്പം തന്നെ മെയ് 31 ഞായറാഴ്ച സമാപന ദിവസമാണ്. അതായത് 30 ദിവസത്തേക്കാണ് നമ്മൾ നടത്തുന്നത്. മെയ് 31-ാം തീയതി സമാപന ദിവസമാണ്. അന്ന് വൈകുന്നേരം പ്രാർത്ഥന, പരിശുദ്ധ കുർബാനയുണ്ട്, അതിന് വണക്കവാസ പ്രാർത്ഥനയുണ്ട്. വൈകുന്നേരം 5:30 ആഘോഷമായ ജപമാല, വണക്കവാസ പ്രാർത്ഥന, ലതീഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ 31-ാം തീയതി വൈകുന്നേരം പ്രാർത്ഥനകളൊക്കെ എല്ലാം ശേഷം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. മെയ് 1 മുതൽ 31 വരെ കുരിശുപള്ളിയിൽ മെയ് മാസ വണക്ക കാര്യങ്ങൾക്കായി വൈകിട്ട് 4:30 മുതൽ 7:30 വരെ ഓഫീസ് പ്രവർത്തിക്കും. മുൻ വർഷങ്ങളിലെ പോലെ പ്രസിദ്ധേദിയാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പാലാ കത്തീഡ്രൽ പാലാ കത്തീഡ്രൽ, ലാലം പഴയപള്ളി, ലാലം പുത്തൻപള്ളി ഓഫീസുകളിലും കൂടാതെ കുരിശുപള്ളി ഓഫീസിലും അതിനുള്ള സൗകര്യമുണ്ടായിരിക്കും. മെയ് 31 സമാപന ദിവസം കുരിശുപള്ളിയിൽ ഇത്തവണ വസ്ത്രവിതരണം ഉണ്ടായിരിക്കുന്നതല്ല. പകരം സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണ വിതരണമാണ് ഉണ്ടാവുക. തദവസരത്തിൽ പഠനോപകരണ വിതരണോദ്ഘാടനം നടത്തപ്പെടും. തുടർ ദിവസങ്ങളിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് രജിസ്റ്റർ ചെയ്ത ഈ 3 ഇടവകകളിൽ നിന്നും പഠനോപകരണങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. പഠനോപകരണങ്ങൾ ആവശ്യമുള്ള വിദ്യാർത്ഥികളോ അവരുടെ രക്ഷിതാക്കളോ ഈ 3 പള്ളികളിൽ മെയ് 20 മുൻപായി കുട്ടികളുടെ പേര് രജിസ്റ്റർ ചെയ്യണം. കുരിശുപള്ളിയിലെ മെയ് മാസ വണക്കവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധേന്തി വിഹിതമല്ലാതെ മറ്റ് പിരിവുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ജോസഫ് മലേപ്പറമ്പിൽ, ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ, ലാലം പുത്തൻപള്ളി വികാരി ഫാദർ ജോർജ് മൂലേച്ചാലിൽ, ഫാദർ ജോർജ് തറപ്പേൽ, കൈക്കാരന്മാരായ അലക്സാണ്ടർ മുളയ്ക്കൽ, ടോമി പാനായിൽ, രാജേഷ് പാറയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഐഫോറി ന്യൂസ്, പാലാ.